ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളതിന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ആവിൽ വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. എളുപ്പത്തിൽ വൈകുന്നേരം മക്കൾക്ക് ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അത് ആവിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 പഴം ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കണം. നേന്ത്രപ്പഴമാണ് കേട്ടോ. 2 ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സാധനങ്ങൾ കൂട്ടിയെടുക്കുക. അങ്ങനെ അത് ആവിൽ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതഞ്ഞൊന്ന് പൊടിച്ചെടുക്കട്ടെ. അങ്ങനെ ഇതാ ആവിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊടിയാണ് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം നെയ്യിൽ പഴം ഒന്ന് വാട്ടിയെടുക്കണം. നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നെയ്യിൽ വാട്ടുമ്പോൾ നല്ല ഇങ്ങോട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം എടുക്കണം. ഇനി ഇതൊന്ന് നല്ല വാട്ടിയെടുക്കാം. അങ്ങനെ പഴം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിൽ പൊടിച്ചത് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര പാനി ഒഴിച്ചിട്ട് വേണ്ട മിക്സ് ചെയ്യാൻ. ശർക്കര പാനിയാണ് ഇതിലേക്ക് വേണ്ടത്. അത് ഒഴിച്ചിട്ട് അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ലൂസാവരുത്. അങ്ങനെ ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊട്ടുകടല ഉണ്ട് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടല ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ പൊട്ടുകടല ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ഇട്ടതിന് ശേഷം അത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കത് നല്ല സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നല്ല അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇനി ഇതാ ഒരു പാത്രത്തിൽ നെയ്യ് തടവി കൊടുത്ത് ഇനി അതിലേക്ക് കൊട്ടി കൊടുക്കുക. എന്നിട്ട് നല്ല ഒരേപോലെ ലെവലാക്കി എടുക്കണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലോ സ്പൂണൊക്കെ വെച്ചിട്ട് ഒരേപോലെ ലെവലാക്കി കൊടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. പുറത്തേന് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേന് അത് സെറ്റാവും. അപ്പോൾ അത് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസാക്കി കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ശർക്കരയൊക്കെ ആയതുകൊണ്ട് നല്ല മധുരം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി ഇത് നമുക്ക് ഓരോരോ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.